സെറ്റിൽമെന്റ് കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റും. ഞങ്ങൾ അച്ഛനും അനിയനും മരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പടുകുഴിയിൽ വീഴ്ത്തിയിട്ട് ഞാൻ ഈ കോൺഗ്രസിന് പൈസ കണ്ടിട്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ഈ അധ്വാനിക്കുന്ന പൈസ ഈ കോൺഗ്രസ് തിന്നതിന് പലിശ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റി. കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരന്മാർ കോൺഗ്രസും അതിന്റെ നേതാക്കളുമാണ് എന്നതിന് ഈ ദിവസമാണ് സാക്ഷി. വയനാട് ജില്ലയിൽ കോൺഗ്രസ് അതിനെ ആത്മാർത്ഥമായി സേവിച്ച അവരുടെ നേതാക്കളെയൊക്കെ കൊന്നൊടുക്കുകയാണ്. ജീവിതം മടുപ്പിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ്. ഇന്നലെ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാന നുണയൻ നിന്ന നിൽപ്പിൽ മലക്കമറിയാൻ മടിയില്ലാത്തവൻ ആര് ചത്താലും തനിക്കൊന്നുമില്ല എന്ന് പറയാതെ കേരളത്തോട് പറഞ്ഞ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മറ്റൊരാൾ ടി സിദ്ദിഖ്, ഇതിനിടയിൽ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ സതീശൻ. ഇന്ന് തിരുവഞ്ചൂരിന്റെ ഓഡിയോ പുറത്തു വന്നതോടുകൂടി എല്ലാം കേരളത്തിന് വ്യക്തമായി. കരാറില്ല എന്ന് സണ്ണി ജോസഫ് പറഞ്ഞത് പച്ച നുണയാണെന്ന് തിരുവഞ്ചൂർ തന്നെ വ്യക്തമാക്കുന്നു. മാത്രമല്ല ആ കുടുംബം ആവശ്യപ്പെടുന്നത് ഇവരുടെ ദയാദാക്ഷിണ്യമൊന്നും അല്ല എന്നും മറിച്ച് കോൺഗ്രസ് ഈ കുടുംബത്തിലെ 2 പേരെ കൊലയ്ക്ക് കൊടുത്ത് തിന്നു തീർത്ത ബാധ്യത തീർക്കാനാണെന്നും ആത്മഹത്യ ചെയ്ത NM വിജയന്റെ മരുമകൾ പറയുന്നത് ഓഡിയോയിൽ നിന്നും വ്യക്തമാണ്. ഇനി ആരെയാണ് കോൺഗ്രസെ നിങ്ങൾ പറ്റിക്കുന്നത്? NM വിജയന്റെയും മകന്റെയും ബലിച്ചോറിൽ ചവിട്ടി നിന്ന് നിങ്ങൾ കാണിക്കുന്ന ഈ ക്രൂരത കേരളം തിരിച്ചറിയും.